ആത്മീയമാമുണർവാലേ ദീപ്തമാക്കണേ. വചനം മഴയായി പെയ്യും, കൃപതൻ നിറവായൊഴുകും. വിടുതൽ നൽകുന്ന വചനം, അറിവിൻ്റെ പൊരുളാകും വചനം. സൗഖ്യമാ ജീവന. ആത്മീയ ഉണർവ്. യേശുവിലെ സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെയും, നമ്മുടെ ദൈവം നമ്മെ ഓരോരുത്തരെയും സ്നേഹിക്കുന്ന ദൈവമാണ്. ദൈവത്തിൻ്റെ സ്നേഹത്തിലും കരുണയിലും നമ്മൾ ഓരോ ദിവസവും ജീവിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവം സ്നേഹിക്കുന്നവനായതുകൊണ്ട് തന്നെ, സ്നേഹമായതുകൊണ്ട് തന്നെ ദൈവം നമ്മളോട് ക്ഷമിക്കാനും പൊറുക്കാനും തയ്യാറാണ്. എത്ര വലിയ പാപം ചെയ്താലും ദൈവം നമ്മോട് ക്ഷമിക്കുകയും പൊറുക്കുകയും ചെയ്യും. അതുപോലെ തന്നെ ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടവരായ നാം ഓരോരുത്തരും ദൈവിക സ്വഭാവത്തിൽ പങ്കുചേരുന്നതുകൊണ്ട് ക്ഷമിക്കാനുള്ള വലിയ ഒരു കൃപ മനുഷ്യന് ദൈവം കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നല്ലൊരു ശതമാനം മനുഷ്യരിലും ക്ഷമിക്കാനുള്ള ഒരു വലിയ കൃപ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. എന്നാൽ ഈ പ്രപഞ്ചത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പം ഈ പ്രപഞ്ചത്തിൽ നമ്മൾ കണ്ടുമുട്ടുന്ന ഒരു വളരെ പ്രധാനപ്പെട്ടൊരു പ്രത്യേകതയാണ്, ഈ പ്രപഞ്ചത്തെ അല്ലെങ്കിൽ ഈ പ്രകൃതിയെ ഏതെങ്കിലും ഒരു വ്യക്തി, ഏതെങ്കിലും ഒരു മനുഷ്യൻ വേദനിപ്പിക്കാനിടയായാൽ, പ്രകൃതിയോട് ഏതെങ്കിലും അതിക്രമം ചെയ്യാനിടയായാൽ, പ്രകൃതി തീർച്ചയായിട്ടും ആ വ്യക്തികളോട് അല്ലെങ്കിൽ പ്രകൃതിയോട് ചെയ്യുന്ന ഓരോ പ്രവൃത്തിക്കും പ്രതികാരം ചെയ്യുന്ന ഒരു പ്രവണത പ്രകൃതിയിലുണ്ട്. ദൈവം മനുഷ്യനോട് ക്ഷമിക്കുന്നു, മനുഷ്യൻ മനുഷ്യനോട് ക്ഷമിക്കുന്നു. എന്നാൽ പലപ്പോഴും പ്രകൃതിക്ക് മനുഷ്യനോട് ക്ഷമിക്കാൻ കഴിഞ്ഞെന്ന് വരികയില്ല. ഈ ഒരു പ്രതിഭാസം നമ്മൾ പലപ്പോഴും കണ്ടുമുട്ടിയിട്ടുണ്ട് ഈ ലോകത്തിൽ. ഈ കാലഘട്ടങ്ങളിലും കഴിഞ്ഞ കാലഘട്ടങ്ങളിലും ആയി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പലതരത്തിലുള്ള പ്രകൃതിക്ഷോഭങ്ങളുടെയും നാച്ചുറൽ കലാമിറ്റീസിൻ്റെയും പിന്നിൽ ഒരു കാര്യം നമ്മൾ അപഗ്രഥിച്ചാൽ പ്രകൃതിയോട് ചെയ്ത ക്രൂരതയുടെ അനന്തരഫലമായിട്ട് പ്രകൃതിയിൽ നിന്നും ഉണ്ടായിട്ടുള്ള പ്രതിഷേധമാണ് ഒരുപക്ഷെ ഇവയെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പ്രകൃതി ശാസ്ത്രജ്ഞന്മാർ ഒരുപക്ഷെ ഇത് ഒന്നും അംഗീകരിച്ചെന്ന് വരത്തില്ല. എന്നാൽ ബൈബിളിൻ്റെ ദൃഷ്ടിയിൽ ആത്മീയ ജ്ഞാനത്തോടെ നമ്മൾ ഈ വിഷയത്തെ കണ്ടാൽ തീർച്ചയായിട്ടും ഇതിനുള്ളിലെ സത്യം മനസ്സിലാക്കാനായിട്ട് നമുക്ക് സാധിക്കും. ബൈബിളിൽ കാണുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ആശയമാണ്, മനുഷ്യൻ പാപം ചെയ്താൽ മനുഷ്യൻ്റെ ആ പാപത്തിൻ്റെ അനന്തരഫലമായിട്ട് പ്രകൃതിയിൽ നിന്ന്, ഈ ഭൂമിയിൽ നിന്ന് ഒരു നിലവിളി പാപം ചെയ്ത മനുഷ്യനെതിരെ ഉയരുന്നു എന്നത്. ആദ്യമായിട്ട് നമുക്ക് ഈ ഭാഗം കാണാനായിട്ട് സാധിക്കുക ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ 4-ാമത്തെ അധ്യായത്തിൽ 10-ാമത്തെ തിരുവചനത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുകയാണ്. കായേൻ തൻ്റെ സഹോദരൻ ആബേലിനെ കൊന്നു. ആബേലിനെ കൊന്നു കഴിഞ്ഞപ്പോൾ ഇതാ തിരുവചനം അതേക്കുറിച്ച് ഇപ്രകാരം പറയുകയാണ്. എന്നാൽ കർത്താവ് പറഞ്ഞു, നീ എന്താണ് ചെയ്തത്? നിൻ്റെ സഹോദരൻ്റെ രക്തം മണ്ണിൽ നിന്ന് എന്നെ വിളിച്ച് കരയുന്നു. ഇതാ ഭൂമിയിൽ നിന്ന് ഒരു നിലവിളി ഉയരുന്നതിനെക്കുറിച്ചാണ് തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുക. ഭൂമിയിൽ നിന്നിതാ ഒരു നിലവിളി, പാപം ചെയ്തവനെതിരെ ഭൂമിയുടെ നിലവിളി, പാപം ചെയ്തവനെതിരെ പ്രതികാരത്തിന് വേണ്ടി ദാഹിക്കുന്ന ഭൂമി, ഭൂമിയിൽ നിന്ന് ഒരു നിലവിളി ഉയരുന്നു. ഇതേ പ്രതിഭാസം നമ്മൾ വീണ്ടും കാണുകയാണ്. ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 19-ാം അധ്യായത്തിൽ സോദോം ഗൊമോറ എന്ന നഗരത്തിൽ പ്രകൃതി വിരുദ്ധമായ പാപത്തിന് അടിമപ്പെട്ടു പോയ ജനം
അശുദ്ധമായ ബന്ധങ്ങൾക്ക് അടിമപ്പെട്ടു പോയ ഈ ജനത്തിനെതിരെ ആ ദേശത്ത് നിന്ന് ദേശത്തിൻ്റെ നിലവിളി ദൈവത്തിൻ്റെ സന്നിധിയിലെത്തുന്നു എന്ന് തിരുവചനം രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകം 19 അധ്യായം 13 തിരുവചനത്തിൽ വചനം ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്: ഈ സ്ഥലം ഞങ്ങൾ നശിപ്പിക്കാൻ പോവുകയാണ്. ഇവിടുത്തെ ജനങ്ങൾക്കെതിരെ രൂക്ഷമായ നിലവിളി കർത്താവിൻ്റെ മുമ്പിൽ എത്തിയിരിക്കുന്നു. സൊദോം ഗൊമോറ പട്ടണങ്ങൾ നശിപ്പിക്കാൻ നിയുക്തരായ ദൂതന്മാരുടെ ശബ്ദമാണ് ഇവിടെ കേട്ടത്. എന്താണ് അവർ പറഞ്ഞത്? ഈ ദേശം ഞങ്ങൾ നശിപ്പിക്കാൻ പോവുകയാണ്. ഈ ദേശത്തിനെതിരെ ഈ ഭൂമിയിൽ നിന്ന് നിലവിളി ഉയർന്നിരിക്കുന്നു. ഈ ദേശത്തെ ജനങ്ങൾക്കെതിരെ ഈ ഭൂമിയിൽ നിന്ന് നിലവിളി കർത്താവിൻ്റെ സന്നിധിയിലെത്തിയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഭൂമിയിൽ നിന്നൊരു നിലവിളിയുണ്ട്. ഈ ഭൂമിയിൽ നിന്ന് ഒരു നിലവിളി ഉയരുന്നു. ഈ ഭൂമിയുടെ ക്രമത്തെയും താളത്തെയും തകർക്കുന്നവർ, ഈ ഭൂമിയുടെ പരിശുദ്ധിയെ തകർക്കുന്നവർ, ഈ ഭൂമിയുടെ പരിശുദ്ധിയെ തകർക്കുന്നവരെ ഈ പ്രകൃതി നശിപ്പിക്കാനായിട്ട് ശ്രമിക്കും. അവർക്കെതിരെ പ്രതികാരം ചെയ്യാനായിട്ട് ആഗ്രഹിക്കും. ഭൂമിയിൽ ഒരു പ്രതികാരത്തിന് വേണ്ടിയുള്ള ദാഹം ഉയരുന്നുണ്ട് എന്ന് ബൈബിളിൽ നമ്മളെ ഓരോരുത്തരും കണ്ടുമുട്ടുകയാണ്. ഇത് തന്നെയാണ് നമുക്ക് ലേവ്യരുടെ പുസ്തകത്തിൽ 18 അധ്യായത്തിൽ 28 തിരുവചനത്തിൽ നമുക്ക് കാണാൻ സാധിക്കുക. അവിടെ കർത്താവ് ലേവ്യരുടെ പുസ്തകത്തിൽ ഇപ്രകാരം ഇസ്രായേൽ സമൂഹത്തോട് പറയുകയാണ്: നിങ്ങളിപ്പോൾ അധിവസിക്കാനായിട്ട് പോകുന്ന ഈ സ്ഥലത്ത് മുൻപ് താമസിച്ചിരുന്നവർ ഈ സ്ഥലത്ത് നിന്നും പുറന്തള്ളപ്പെട്ടു. ദേശം അവരെ പുറന്തള്ളി. നിങ്ങളെയും അതുപോലെ ഈ ദേശം പുറന്തള്ളാൻ ഇടയാകരുത്. അതുകൊണ്ട് നിങ്ങൾ ഈ ദേശത്തെ മലിനമാക്കരുത്. നിങ്ങൾ ഈ ദേശത്തെ നിന്ന് മലിനമാക്കരുത്. ലേവ്യരുടെ പുസ്തകത്തിൽ 18 അധ്യായം 28 തിരുവചനത്തിലാണ് ഈ വിഷയം ദൈവം ഇസ്രായേൽ ജനത്തോട് സംസാരിക്കുക. ഞാൻ ആ തിരുവചനം നിങ്ങൾക്ക് വായിച്ച് കേൾപ്പിക്കാം. ആകയാൽ ഈ ദേശം നിങ്ങൾക്കും ഉണ്ടായിരുന്നവരെ പുറന്തള്ളിയതുപോലെ അതിനെ അശുദ്ധമാക്കുക വഴി നിങ്ങളെയും പുറന്തള്ളാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളുവിൻ. അപ്പോൾ ദേശത്തെ അശുദ്ധമാക്കുന്നവർ ദേശം അശുദ്ധമാക്കും. ദേശം അവരെ പുറന്തള്ളും. അവർക്കെതിരെ ഒരു നിലവിളി ഈ ദേശത്ത് നിന്ന്, ഭൂമിയിൽ നിന്ന് ഉയരും എന്ന ഒരു സത്യം ബൈബിളിൽ വളരെ വ്യക്തമായിട്ട് നമുക്ക് വെളിപ്പെടുത്തി തരികയാണ്. നമുക്ക് കാണാനായിട്ട് സാധിക്കും, ധാരാളം ഇത്തരത്തിലുള്ള പ്രവണതകൾ ഈ പ്രപഞ്ചത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് കണ്ടുമുട്ടാനായിട്ട് സാധിക്കും. മറ്റൊരു തിരുവചനം കൂടെ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ജെറമ്യായുടെ പ്രവചനം 23 അധ്യായം 10 തിരുവചനത്തിൽ, ജെറമ്യായുടെ പ്രവചനം 23 അധ്യായം 10 തിരുവചനത്തിൽ ജെറമ്യാ പ്രവാചകൻ പറയുകയാണ്: മനുഷ്യൻ പാപം ചെയ്തു. മനുഷ്യൻ്റെ പാപം ചെയ്തതിൻ്റെ ഫലമായിട്ട് ഭൂമി ഇതാ നിലവിളിക്കുകയാണ്. ഭൂമി കരയുകയാണ്. ഭൂമിയിൽ ഒരു കരച്ചിലുണ്ടാകുകയാണ്. പ്രിയപ്പെട്ട സഹോദര, പ്രിയപ്പെട്ട സഹോദരി, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. തിരുവചനം ഞാൻ വായിക്കാം. നാട് മുഴുവൻ വ്യഭിചാരികളെ കൊണ്ട് നിറയുന്നു. ശാപം നിമിത്തം നാട് വിലപിക്കുന്നു. മരുഭൂമിയിലെ പച്ചസ്ഥലങ്ങൾ കരിയുന്നു. അവരുടെ മാർഗം ചീത്തയും അവരുടെ ശക്തി അനീതി നിറഞ്ഞതുമാണ്. അപ്പം ഭൂമി നിലവിളിക്കുന്നു എന്നാണ് പ്രവാചകൻ പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ടാണ് ഇപ്രകാരം സംഭവിക്കുന്നത്? കാരണം ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലുമാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ, ദൈവത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണ്? ദൈവം സ്നേഹമാണെന്നും ദൈവം പരിശുദ്ധിയാണ് എന്നുള്ളതുമാണ്. പരിശുദ്ധമായ ഒരു നേച്ചർ, പരിശുദ്ധിയുടെ ഒരു പ്രകൃതിയാണ്, പരിശുദ്ധമായൊരു പ്രകൃതമാണ് ദൈവത്തിനുള്ളത്. പരിശുദ്ധി തന്നെയായ ദൈവം അതേ പ്രകൃതമാണ്, അതേ രൂപമാണ്, അതേ സാദൃശ്യമാണ് മനുഷ്യന് കൊടുത്തത്. അതുകൊണ്ട് നാം ഓരോരുത്തരും, ഈ ലോകത്തിലെ മനുഷ്യരെല്ലാവരും
വിശുദ്ധരായിരിക്കണമെന്നാണ് ദൈവനിശ്ചയം, പ്രകൃതി നിശ്ചയം. ഈ പ്രകൃതിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഈ പ്രകൃതിയിലേക്ക് ദൈവം വിളിച്ചു കൊണ്ടുവന്ന മനുഷ്യൻ പരിശുദ്ധനായിരിക്കണം. വിശുദ്ധ പത്രോസിൻ്റെ ഒന്നാമത്തെ ലേഖനം 1-ാം അധ്യായം 15-ാം തിരുവചനത്തിൽ വിശുദ്ധ പത്രോസ് പരിശുദ്ധാത്മാവിൽ പ്രേരിതനായിട്ട് പറയുകയാണ്, നിങ്ങളെ സൃഷ്ടിച്ചവൻ, നിങ്ങളെ വിളിച്ചവൻ പരിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളുടെ എല്ലാ പ്രവൃത്തികളിലും നിങ്ങൾ പരിശുദ്ധരായിരിക്കുവിൻ. ഇത് പരിശുദ്ധാത്മാവിൻ്റെ പ്രചോദനമാണ്. ഓരോ മനുഷ്യനും പരിശുദ്ധനായിരിക്കണമെന്നത് ദൈവനിശ്ചയം മാത്രമല്ല, പ്രകൃതി കൂടെ ആഗ്രഹിക്കുന്നൊരു കാര്യമാണ്. അത് പ്രകൃതിയുടെ ഒരു പ്രത്യേകതയാണ്. അപ്പം അതുകൊണ്ട് ഈ പ്രകൃതിയിൽ പാപം ചെയ്യണമെന്നുള്ളത് ഒരിക്കലും ഒരു മനുഷ്യനിൽ നിന്നും പ്രതീക്ഷിക്കുന്ന കാര്യമല്ല. മനുഷ്യൻ പരിശുദ്ധിയിൽ ജീവിക്കണം എന്നുള്ളതാണ് ദൈവത്തിൻ്റെ ആഗ്രഹം. അപ്പം അതുകൊണ്ട് എപ്പോഴെവിടെയെല്ലാം മനുഷ്യൻ പരിശുദ്ധിക്കെതിരായിട്ട് പ്രവർത്തിക്കുന്നുവോ അപ്പോഴെല്ലാം പ്രകൃതിയിൽ നിന്ന് പരിശുദ്ധിയെ, ഈ പ്രപഞ്ചത്തിൻ്റെയും മനുഷ്യൻ്റെയും പരിശുദ്ധിയെ നശിപ്പിച്ചവനെതിരെ ഒരു പ്രതികാരത്തിൻ്റെ നിലവിളി ഈ പ്രപഞ്ചത്തിൽ നിന്ന് ഉയരുന്നു. ഈ പ്രപഞ്ചത്തിൽ നിന്ന് പ്രതികാരത്തിന് വേണ്ടിയുള്ള ഒരു നിലവിളി ഉയരുന്നു എന്ന് ബൈബിൾ നമ്മളെ ഓരോരുത്തരെയും ഓർമ്മിപ്പിക്കുകയാണ്. ഈ ഒരു സത്യത്തെ നമുക്ക് മറന്നു കളയാനായിട്ട് സാധിക്കുകയില്ല. ഈ ഒരു സത്യത്തെ മറന്നു കളയാതെ പ്രകൃതിയോട് നീതി പുലർത്തുക, പ്രപഞ്ചത്തോട് നീതി പുലർത്തുക എന്നത് ദൈവത്തോട് നീതി പുലർത്തുക, മനുഷ്യനോട് നീതി പുലർത്തുക എന്നതിനും തുല്യമാണ്. അപ്പോൾ ഈ പ്രപഞ്ചം നമുക്കെതിരെ, മനുഷ്യനെതിരെ പ്രതികാരം ഉയർത്തും എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇന്ന് ആഗോളതലത്തിൽ താപം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ആഗോളതാപം ഓരോ ദിവസവും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിശക്തമായ ചൂട്, അതിശക്തമായ വേനൽ, മഴയില്ലാത്ത അവസ്ഥ, ഇവയെല്ലാം ഭൂമിയിൽ സംജാതമായിക്കൊണ്ടിരിക്കുകയാണ്. ഗ്ലോബൽ വാർമിംഗ് എന്ന് നമ്മൾ അതിനെ വിളിക്കും. ആഗോള താപം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. അതുകൊണ്ട് മനുഷ്യന് ഭൂമിയിൽ ജീവിക്കാൻ ദുസ്സഹമായ അവസ്ഥകൾ സംജാതമായിക്കൊണ്ടിരിക്കുകയാണ്. അവയ്ക്ക് പിന്നിൽ തീർച്ചയായിട്ടും മനുഷ്യൻ്റെ പാപം തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണമെന്ന് നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. ആദ്യ മനുഷ്യൻ ആദവും ഹവ്വായും പാപം ചെയ്തപ്പോൾ ദൈവം ആദത്തെ വിളിച്ച് ഇപ്രകാരം പറഞ്ഞു. ഉൽപ്പത്തി മൂന്നാം അധ്യായം 17-ാം തിരുവചനത്തിൽ ദൈവം ഇപ്രകാരം ആദത്തോട് പറയാണ്, നീ സ്ത്രീയുടെ വാക്ക് കേട്ട് ഞാൻ തിന്നരുതെന്ന് കൽപ്പിച്ച വൃക്ഷത്തിൽ നിന്ന് നീ ഭക്ഷിച്ചത് മൂലം നീ മൂലം ഭൂമി ശപിക്കപ്പെട്ടതായിരിക്കും. ഇനി മുതൽ ഈ ഭൂമി നിനക്ക് മുള്ളും മുൾച്ചെടിയും ഉൽപ്പാദിപ്പിക്കും. അതുവരെ മുള്ളോ മുൾച്ചെടിയോ ഭൂമിയിൽ ഉണ്ടായിട്ടില്ല. ഇതാ മനുഷ്യൻ്റെ പാപത്തോടെ മുള്ളും മുൾച്ചെടികളും ഭൂമിയിൽ ഉണ്ടാകാനായിട്ട് തുടങ്ങി. മനുഷ്യന് ഉപയോഗമില്ലാത്ത മുള്ളും മുൾച്ചെടികളും ഭൂമിയിൽ ഉണ്ടായി തുടങ്ങിയത് മനുഷ്യൻ്റെ പാപത്തോടെയാണ് എന്ന് ബൈബിള് പറയുകയാണ്. തുടർന്ന് നമ്മൾ വീണ്ടും കാണുകയാണ്. ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം 12-ാം തിരുവചനത്തിൽ ദൈവം കായേനോട് പറയാണ്, നീ നിൻ്റെ സഹോദരനെ കൊന്നു, നിൻ്റെ സഹോദരൻ്റെ രക്തം കുടിക്കാൻ വേണ്ടി വാ പിളർന്ന ഈ ഭൂമിയിൽ നീ ശപിക്കപ്പെട്ടവനാണ്. നീ ഈ ഭൂമിയിൽ കൃഷി ചെയ്താൽ അത് നിനക്ക് ഫലം തരികയില്ല. ഇതാ മനുഷ്യൻ പാപം ചെയ്തപ്പോൾ പാപത്തിൻ്റെ അനന്തരഫലമായിട്ട് ഭൂമി മനുഷ്യനോട് പ്രതികാരം ചെയ്യുകയാണ്. ഇതാ മുൾച്ചെടി അവന് വേണ്ടി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. 2, നീ എത്ര കൃഷി ചെയ്താലും ഈ ഭൂമിയിൽ നിന്ന് നിനക്ക് ഫലം കിട്ടിയല്ല. ഞാൻ ഓർക്കുകയാണ്, ഏതാനും നാളുകൾക്ക് മുമ്പ് ഞാനൊരു കോൺവെൻറ്റിൽ ധ്യാനിപ്പിക്കാനായിട്ട് പോകാനിടയായി. ആ കോൺവെൻറ്റിൽ ഈ തിരുവചനം ഞാൻ പറഞ്ഞപ്പോൾ
ആ കോൺവെൻറ്റിലുണ്ടായിരുന്ന സിസ്റ്റേഴ്സ് പറഞ്ഞു, ഈ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അക്ഷരാർത്ഥത്തിൽ നടന്ന ഒരു സ്ഥലമാണിത്. അവർ പറഞ്ഞു, ഞങ്ങൾ ഈ കോൺവെൻറ്റ് തുടങ്ങിയിട്ട് 10 വർഷമായി. ഈ സ്ഥലം വാങ്ങി ഇവിടെ അനേകം കൃഷികൾ ഞങ്ങൾ ഇറക്കി. ഒരു കൃഷിയും വിജയിച്ചിട്ടില്ല, ഫലം ഞങ്ങൾക്ക് തന്നിട്ടില്ല. ഇവിടെ അനേകം വൃക്ഷങ്ങളുണ്ട്, ഒരു വൃക്ഷം പോലും ഇന്ന് വരെ കായ്ച്ചിട്ടില്ല. കായ്കനികൾ നൽകാത്ത 10 ഏക്കർ സ്ഥലത്ത് ഒരു കോൺവെൻറ്റുമായിട്ട് സിസ്റ്റേഴ്സ് താമസിക്കുകയാണ്. ഇത് പറഞ്ഞു, ഞങ്ങളിവിടെ പല പരിപാടികൾ തുടങ്ങാനായിട്ട് ആഗ്രഹിച്ചു, ഒരു പരിപാടിയും വിജയിക്കണില്ല. അതുകൊണ്ട് ഏറ്റവും അവസാനമായിട്ട് ഇവിടെ ഒരു ധ്യാനം നടത്തിക്കളയാം എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അവരുമായിട്ട് സംസാരിച്ചപ്പോൾ ഒരു കാര്യം മനസ്സിലായി. ഈ സ്ഥലത്ത് ആ ജീവിച്ചിരുന്ന ആൾക്കാർ ആരുടെ കയ്യിൽ നിന്നാണ് അവർ സ്ഥലം വാങ്ങിയത്? ആ മനുഷ്യനെ ഈ സ്ഥലത്ത് വെച്ച് തന്നെ കൊല്ലാനിടയായി. ഈ സ്ഥലത്ത് ആ മനുഷ്യൻ്റെ രക്തം വീണു. ആ മനുഷ്യൻ ഈ സ്ഥലത്ത് വെച്ച് അനേകം പാപം ചെയ്തിട്ടുണ്ട്, ദേശത്തെ അശുദ്ധമാക്കിയിട്ടുണ്ട്. ആ വില്ലേജിലുണ്ടായിരുന്ന പല സ്ത്രീകളെയും കൊണ്ടുവന്ന് വ്യഭിചാരം എന്ന പാപം ചെയ്തിരുന്നൊരു മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ അശുദ്ധമായ ജീവിതം അനേകം സ്ത്രീകളെ വശീകരിച്ച് പാപത്തിന് പ്രേരിപ്പിച്ചതിൻ്റെ ദേഷ്യം ആ വില്ലേജിലുണ്ടായിരുന്ന മറ്റു ചില പുരുഷന്മാർ ഒരുമിച്ച് ചേർന്ന് ഒരു രാത്രിയിൽ ഈ മനുഷ്യനെ പിടിച്ച് അവിടെ വെച്ച് തന്നെ വെട്ടിക്കൊല്ലാനായിട്ടിടയായി. ഏതാനും നാളുകൾക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ ഭാര്യ ആ സ്ഥലം സിസ്റ്റേഴ്സിന് വിറ്റ ശേഷം പോകാനിടയായി. പ്രിയപ്പെട്ടവരെ, ആ സ്ഥലത്തിൻ്റെ മേൽ അശുദ്ധമായ ജീവിതത്തിൻ്റെയും രക്തച്ചൊരിച്ചിലിൻ്റെയും പാപത്തിൻ്റെ കറ വീണപ്പോൾ ആ സ്ഥലം, അവിടെ വരുന്ന ആ സ്ഥലം ദുഷിച്ചതായി മാറി. ആ സ്ഥലത്തെ ജനത്തെ ആ സ്ഥലം പുറന്തള്ളി. എന്ന് മാത്രമല്ല, ആ സ്ഥലം ഇപ്പോൾ കൃഷി യോഗ്യമല്ലാത്ത ഒരു സ്ഥലമായിട്ട് മാറിയിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ആ സ്ഥലത്ത് ആ സിസ്റ്റേഴ്സ് ആ ധ്യാനത്തിന് ശേഷം അവിടെ യേശുവിൻ്റെ രക്തം കൊണ്ട് കഴുകി പ്രാർത്ഥിച്ചു. ആ സ്ഥലത്തെ വെഞ്ചരിച്ചു. ആ സ്ഥലത്ത് നടന്ന എല്ലാ പാപത്തിനും ദൈവസന്നിധിയിൽ ദൈവകരുണയ്ക്ക് വേണ്ടി യാചിച്ച് പ്രാർത്ഥിച്ചു. 1 വർഷത്തിന് ശേഷം അതേ കോൺവെൻറ്റിലെ ഒരു സിസ്റ്ററെ വീണ്ടും എനിക്ക് കാണാനിടയായി. ആ സിസ്റ്റർ പറഞ്ഞു, അച്ഛൻ വന്ന് ധ്യാനിപ്പിച്ച് സ്ഥലമെല്ലാം വെഞ്ചരിച്ചതിന് പോയതിന് ശേഷം ആദ്യമായിട്ട് ഞങ്ങളുടെ കോൺവെൻറ്റിന് മുമ്പിൽ 10 വർഷമായി കായ്ക്കാതെ നിന്ന ഒരു മാവ് കായ്ക്കാനിടയായി, നിറയെ ഫലങ്ങൾ തരാനായിട്ടിടയായി. അതുമാത്രമല്ല അച്ചോ, ഇപ്പോൾ ഞങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് വിജയമുണ്ടാകാനായിട്ട് തുടങ്ങി, കൃഷികൾക്ക് വിജയമുണ്ടാകാനായിട്ട് തുടങ്ങി. പ്രിയപ്പെട്ടവരെ, ഒരു സത്യം നമ്മൾ മനസ്സിലാക്കുക. മനുഷ്യൻ പാപം ചെയ്താൽ ആ പാപത്തിന് അനന്തരഫലമായിട്ട് ഒരു ശാപം ആ ദേശത്തെ ഗ്രസിക്കുമെന്നും ദേശം ആ ദേശത്തെ ജനത്തെ ശിക്ഷിക്കുമെന്നും തിരുവചനം നമ്മളെ ഓരോരുത്തരെയും ഓർപ്പിക്കുകയാണ്. മറ്റൊരു തിരുവചനം നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. യെരമ്യായുടെ പ്രവചനം 3-ാം അധ്യായം 2-3 തിരുവചനത്തിലാണ് ഈ കാര്യം രേഖപ്പെടുത്തിയിരിക്കുക. അവിടെ ഇതാ തിരുവചനം ഇപ്രകാരം വായിക്കുന്നു. യെരമ്യാ പ്രവചനം 3-ാം അധ്യായം 2-3 തിരുവചനങ്ങൾ. അവിടെ വചനം വളരെ ശക്തമായി നമ്മളെ ഓർപ്പിക്കുകയാണ്. വചനം അതിശക്തമായിട്ട് നമ്മളെ ഓർപ്പിക്കുകയാണ്. വചനം പറയുകയാണ്, കണ്ണുകൾ ഉയർത്തി കുന്നുകളിലേക്ക് നോക്കുക. ഒരു സ്ഥലമെങ്കിലും ഉണ്ടോ നീ ശയിക്കാത്തതായി? വനഭൂമിയിൽ അറബി എന്ന പോലെ നീ വഴിയരികെ ജാരന്മാരെ കാത്തിരുന്നു. നികൃഷ്ടമായ വേശ്യാവൃത്തി മൂലം നീ നാട് നശിപ്പിച്ചു. തന്നിമിത്തം മഴയില്ലാതായി, വസന്തകാല വൃഷ്ടി ഉണ്ടായതുമില്ല. എന്നിട്ടും നിൻ്റെ കടക്കണ്ണുകൾ വേശ്യയുടേതുപോലെ തന്നെ. ലജ്ജ എന്തെന്ന് നിനക്കറിയില്ല. ഒരു നഗരം
അശുദ്ധമായ പ്രവൃത്തികൾക്ക് അടിമപ്പെട്ടപ്പോൾ ആ നഗരത്തിൽ മഴയില്ലാണ്ടായി, ആ ദേശത്ത് മഴയില്ലാതായി, നാടിനെ വേശ്യാവൃത്തി കൊണ്ട് ദുഷിപ്പിച്ചു. അസാൻമാർഗികമായ ജീവിതം വർദ്ധിച്ചപ്പോൾ ആ ദേശത്ത് മഴയില്ലാതായി, പ്രകൃതിക്ഷോഭങ്ങളുണ്ടായി. ഇത് സാധാരണമായി സംഭവിക്കുന്നൊരു കാര്യമാണ്. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് അമേരിക്കയിലെ ന്യൂ ഓർലിയൻസ് എന്ന നഗരത്തിൽ വലിയ ഒരു സ്വർഗഭോഗികളുടെ കൺവെൻഷൻ സംഘടിപ്പിക്കപ്പെടുകയുണ്ടായി. ഗവൺമെൻറ് അതിന് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുത്തു. എന്നാൽ പ്രിയപ്പെട്ടവരെ, എന്ത് സംഭവിച്ചു? ഈ കൺവെൻഷൻ നടക്കുന്നതിനിടയിൽ അതിശക്തമായ കൊടുങ്കാറ്റ് 23 തവണ ആ നഗരത്തെ പീഡിപ്പിച്ചു. ലക്ഷങ്ങളോളം ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്ന് അവിടെ വന്നെത്തിയ ഗേ പീപ്പിൾ, അതായത് സ്വർഗഭോഗികൾ, ആ കൊടുങ്കാറ്റിൽ മഴയിൽ മരിക്കുവാനും കടലിൻ്റെ അഗാധത്തിലേക്ക് അവരെ കൊണ്ടുപോകാനിടയായി. ഇന്നും ന്യൂ ഓർലിയൻസ് നഗരം വേണ്ട രീതിയിൽ പുനരുദ്ധരിക്കപ്പെട്ടിട്ടില്ല. ഏതാണ്ട് 10-25 വർഷങ്ങൾ പിന്നിട്ടെങ്കിലും ന്യൂ ഓർലിയൻസ് എന്ന നഗരം, അമേരിക്കയിലെ ന്യൂ ഓർലിയൻസ് എന്ന നഗരം ഇന്നും വേണ്ട രീതിയിൽ പുനരുദ്ധരിക്കപ്പെട്ടിട്ടില്ല. ഇത് ചരിത്രം നമുക്ക് നൽകുന്ന പാഠമാണ്. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ 24-ാം അധ്യായത്തിൽ 5-6 തിരുവചനത്തിൽ ബൈബിൾ ഇങ്ങനെ നമ്മളെ പഠിപ്പിക്കുന്നു. ഭൂകമ്പങ്ങൾ, സുനാമികൾ, മറ്റ് പ്രകൃതി ക്ഷോഭങ്ങൾ, ഇവയ്ക്കെല്ലാം പിന്നിൽ മനുഷ്യൻ്റെ പാപം വലിയ ഒരു കാരണമാണ്. ഇതാ തിരുവചനം പറയുകയാണ്, അതിനാൽ ശാപം ഭൂമിയെ വിഴുങ്ങുകയും ഭൂവാസികൾ തങ്ങളുടെ അകൃത്യത്തിൻ്റെ ശിക്ഷ അനുഭവിക്കുകയും ചെയ്യുന്നു. ആകാശം ഭൂമിയോടൊപ്പം വാടിപ്പോകുന്നു, ഭൂമി അതിലെ നിവാസികൾ നിമിത്തം അശുദ്ധരായി തീർന്നിരിക്കുന്നു. അവർ നിയമം ലംഘിക്കുകയും കൽപ്പനകളിൽ നിന്ന് വ്യതിചലിക്കുകയും അങ്ങനെ ശാശ്വതമായ ഉടമ്പടിക്ക് ഭംഗം വരുത്തുകയും ചെയ്തിരിക്കുന്നു. കണ്ടോ? ഈ വിഷയം നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടെ കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമാണ്. 18 മുതൽ 20 വരെയുള്ള തിരുവചനങ്ങൾ ഇങ്ങനെയാണ് വായിക്കുക. ഭീകര ശബ്ദം കേട്ട് ഓടിപ്പോകുന്നവർ കുഴിയിൽ വീഴും, കുഴിയിൽ നിന്ന് കയറുന്നവർ കെണിയിൽപ്പെടും. ആകാശജാലകങ്ങൾ തുറക്കപ്പെട്ടിരിക്കുന്നു, ഭൂമിയുടെ അടിസ്ഥാനങ്ങൾ വിറകൊള്ളുന്നു. ഭൂമി നിശേഷം തകർക്കപ്പെട്ടിരിക്കുന്നു, അത് ഛിന്നഭിന്നമായി, അത് പ്രകമ്പനം കൊള്ളുന്നു. ഭൂമി ഉന്മത്തനെ പോലെ ആടി ഉലയുന്നു, കുടിൽ പോലെ ഇളകിയാടുന്നു. അത് താങ്ങുന്ന അകൃത്യം അത്ര ഭാരമേറിയതാണ്, അത് വീഴുന്നു. പ്രിയ സഹോദര, പ്രിയ സഹോദരി, ഈ ഭൂമിയെ നശിപ്പിക്കരുത്, ഈ ഭൂമിയെ അശുദ്ധമാക്കരുത്. മനുഷ്യൻ ചെയ്യുന്ന ഓരോ പാപവും മനുഷ്യനും ദൈവത്തിനും മനുഷ്യനെതിരായിട്ടുള്ള പാപം മാത്രമല്ല, ഈ പ്രകൃതിക്കെതിരെയുള്ള പാപമാണ്. അതുകൊണ്ട് ഈ ഭൂമിയെ നശിപ്പിക്കരുതെന്നാണ് ഈ ഭൂമി നിലവിളിച്ചുകൊണ്ട് നമ്മളോട് അപേക്ഷിക്കുക. ആകയാൽ വിശുദ്ധിയുള്ള ഒരു ജീവിതത്തിന് വേണ്ടി ദൈവം തന്ന വിശുദ്ധമായ പ്രകൃതം, വിശുദ്ധിയുള്ള ഒരു ജീവിതത്തിന് വേണ്ടി നമ്മൾ ഓരോരുത്തർ ഉയർത്തണമെന്ന് കർത്താവ് ഓർപ്പിക്കുന്നു. കണ്ണുകളടച്ച് കൈകൾ കൂപ്പി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. യേശുവിൻ്റെ പരിശുദ്ധ രക്തം നമ്മുടെ പാപം മൂലം അശുദ്ധമായ ഈ പ്രകൃതിയെ വിശുദ്ധീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. യേശുവിൻ്റെ രക്തത്താൽ ഈ ദേശം മുഴുവൻ, നമ്മൾ വസിക്കുന്ന ദേശം മുഴുവൻ, നമ്മൾ കൈവശം വച്ചിരിക്കുന്ന ഭൂമിയും നമ്മൾ അനുഭവിക്കുന്ന ഭൂമിയും നമ്മുടെ ഭവനവും നമ്മുടെ ചുറ്റുപാടുകളും എല്ലാം യേശുവിൻ്റെ രക്തം മൂലം വിശുദ്ധീകരിക്കപ്പെടട്ടെ. വീണ്ടെടുപ്പിൻ്റെ കൃപയിലേക്ക് വരട്ടെ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന.